ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങൾക്കും സന്തോഷവും ആനന്ദവും നൽകുന്നതായ മാനവരക്ഷയുടെ അടയാളമായ ക്രിസ്മസിലേക്ക് ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുന്നു. മാനവരക്ഷയുടെ അടയാളമായ ക്രിസ്മസ് ദിനവിത സമാഗതമായിരിക്കുന്നു. ഒരിക്കൽ പുൽക്കൂട്ടിൽ പിറന്ന രക്ഷയുടെ ദിവ്യനക്ഷത്രം ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയമാകുന്ന രക്ഷകൻ്റെ ജനനപ്പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്ന പോലെ, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഒരു രാജാവിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമെന്ന് നമ്മുടെ മനോനുകരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തുടിപ്പുകളിൽ കടന്നു വരുന്നത്. 1 ശീലകൾ, 2 പശുത്തൊട്ടി, 3 ശിശു. എത്ര നിർധനനായ ഒരു രാജാവാണ് ഭൂമിയിൽ പിറന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ലോകത്തിൻ്റെ നാഥൻ എന്തുകൊണ്ടാണ് തീർത്തും ദരിദ്രനായി പശുത്തൊട്ടിൽ കിടക്കുന്നതെന്നുള്ള ചിന്ത, അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1 പാപത്തിൻ്റെ മണമുള്ള ഒന്നിലും രക്ഷകന് പിറക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. പാപത്തെ തോൽപ്പിക്കാൻ, പാപത്തിൻ്റെ യജമാനന്മാരുടെ സംവിധാനങ്ങളെ തോൽപ്പിക്കുവാൻ തിരസ്കൃതമായതിലേക്ക് കടന്നു വരുന്ന ഒരു ശിശുവിനെ അല്ലെങ്കിൽ ദൈവപൈതലിനെയാണ് നമ്മൾ കാണുന്നത്. പാപത്തെ തോൽപ്പിക്കാൻ പാപത്തിൻ്റെ യജമാനന്മാരുടെ സംവിധാനങ്ങളെ തിരസ്കരിച്ചേ മതിയാകുകയുള്ളൂ. രക്തക്കറ പുരണ്ട കരങ്ങളാൽ സൃഷ്ടി ചമച്ചിരിക്കുന്നവന് അവയിലേക്ക് രക്ഷാചൈതന്യം ഒരുക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയില്ല. സർവ്വലോക പാപക്കറകൾ മാറ്റുവാൻ തക്കവണ്ണമാണ് രക്ഷകൻ്റെ പിറവി. രണ്ടാമത് നമ്മുടെ ചിന്തയിൽ വരുന്നത്, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ആരംഭിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളിലാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അടയാളങ്ങളാണ് ശീലകളും പശുത്തൊട്ടിലും അതുപോലെ തന്നെ രക്ഷകൻ്റെ ഭാഷയുമൊക്കെ. അത് സർവ്വ മനുഷ്യർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം വളരെ എളുപ്പമായിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. 3-ാമത്തെ ചിന്ത രക്ഷകൻ്റെ പിറവി തന്നെയാണ്. തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മധ്യത്തിലേക്കാണ് രക്ഷകൻ കടന്നു വരുന്നത്. രക്ഷകനെ ഉത്കടമായ വാഞ്ചയോടെ ആഗ്രഹിക്കുന്നവർക്ക് എന്നും കണ്ടെത്തുവാൻ കഴിയും. പ്രതീക്ഷിക്കുന്നവർക്ക് തന്നെ കണ്ടെത്തുവാനുള്ള ഇടത്താണ് യേശു പിറക്കുന്നത്. ബേത്ലഹേമിലെ മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ നന്മയുടെ പ്രതീകമായിട്ടാണ് യേശുവിൻ്റെ ഈ ജനനത്തെ ലോകം കാണുന്നത്. നിഷ്കളങ്കതയുടെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങളുടെ ഇടം. ബേത്ലഹേമിലെ തെരുവും പശുത്തൊട്ടിയുമൊക്കെ അഹങ്കാരികളെ മറിച്ചിടുവാനുള്ള, താണവരെ രക്ഷകൻ തേടി ഇറങ്ങിയതിൻ്റെ പ്രതീകങ്ങളാണ്. ബേത്ലഹേം രക്ഷയുടെ കൂടുകൂട്ടലാണ്. രക്ഷകൻ്റെ കൂടാണ് ബേത്ലഹേം പശുത്തൊഴുത്ത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്ന നല്ല നാഥൻ്റെ ഇടം. നമുക്കവനെ തേടി ഇറങ്ങാം. കൂട്ടിന് ഒരു നക്ഷത്രവും ഉണ്ടാകും. എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു തിരുപ്പിറവി, അതുപോലെ തന്നെ നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.